ശരീരത്തിലെ കഴുത്തിന്റെ ഭാഗത്ത് വരുന്ന പ്രധാന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ശരീരത്തിലെ മെറ്റബോളിസം, വളർച്ച, കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥികളാണ്. ഈ ഹോർമോണുകളുടെ എല്ലാം ഉൽപാദനം കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോഴാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി യോഗയിൽ ചെയ്യാൻ സാധിക്കുന്ന 2 ആസനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കന്ദരാസനം. കാലുകൾ മടക്കി ശരീരത്തോട് ചേർത്ത് കുത്തി നിർത്തുക. സാധിക്കുന്നവർ കൈകൊണ്ട് കണ്ണിൽ പിടിക്കുക കാലിൻ്റെ. റെഡി? ശ്വാസം എടുത്ത് സാവധാനം ഹിപ്പ് ഉയർത്തി കൊടുക്കുക. താടി നെഞ്ചുഭാഗത്ത് മുട്ടുന്ന രീതിയിൽ ഉയർത്തുക. തിരിച്ചു വരിക. സാവധാനം ശ്വാസം എടുത്ത് വീണ്ടും. ഈ സ്ഥിതിയിൽ സാധാരണ ശ്വാസത്തിൽ തുടരുക. 10 മുതൽ 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. സാവധാനം ശ്വാസം വിട്ട് തിരിച്ചു വരിക. കാലുകൾ ഓരോന്നായി നേരെ വെക്കുക. റിലാക്സ്. മത്സ്യാസന. സാവധാനം കൈകൾ മേലേക്ക് ഉയർത്തി ഇരു ചെവിയുടെ സൈഡിലായി കുത്തി നിർത്തുക. ശ്വാസം എടുത്ത് ഇൻഹേൽ ചെയ്യുക. ചെസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഉയർത്തുക. സാവധാനം കൈകൾ തിരിച്ചു കൊണ്ടുവന്ന് കുതിരഭാഗത്തായിട്ട് വയ്ക്കുക. 10 മുതൽ 15 സെക്കൻഡ് വരെ സാധാരണ ശ്വാസത്തിൽ തുടരുക. സാവധാനം കൈകുത്തി തല നേരാക്കുക. കൈകൾ തിരിച്ചു വരും. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ ആർക്കെങ്കിലും തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക.